എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ പൂർണ്ണമായും നശിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ദിലീപിനെ ചുമന്നപ്പോ തന്നെ ലാലേട്ടന് ഈ നാട്ടിലെ പ്രേക്ഷകർക്ക് ഒരു വിലയിട്ടു എന്നുള്ളതാണ്. കോടതി വിധി വരുന്നതിന് മുമ്പ് ബപ്പപ്പ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുക, സിനിമ ഇറങ്ങിയ ശേഷം ദിലീപിനെ വലിയ രീതിയിൽ തന്നെ ആഘോഷമാക്കിക്കൊണ്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ജനപ്രിയ താരമാക്കി മാറ്റാൻ വേണ്ടി ശ്രമം നടത്തുക, അവസാനം ജനപ്രിയ താരമാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ലാലേട്ടന്റെ മുഖം വികൃതമാകുന്ന കാഴ്ചയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ സാധിക്കും. പഴയ കാലഘട്ടമല്ല ലാലേട്ടൻ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ കൈയടിക്കുന്ന കുറെ ഫാൻസ് ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് അന്ധകാലം. ഇന്ന കാലത്ത് പിള്ളേർ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് തെമ്മാടിത്തരമാണ് അങ്ങ് നായകനൊക്കെ സിനിമയിൽ എന്ന് ചോദിക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത. എത്ര വലിയ ഫാൻ ആണെങ്കിലും തെണ്ടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ തെണ്ടിത്തരമാണെന്ന് പറയാൻ ഒരു മടിയുമില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക്. അതുകൊണ്ടല്ലേ ഇപ്പോഴത്തെ വൃഷഭ എന്തേ ഹിറ്റാവാത്തത്, എന്തേ ഇട്ടുകളെ പൊട്ടിയത് പടം. ചില ആളുകൾ പറയുന്നു ഞങ്ങൾ കാണാൻ പോകുന്നില്ല ഇനി ലാലേട്ടന്റെ പടം എന്ന്. ചില സ്ത്രീകൾ പറയുന്നു എന്തുകൊണ്ടാണ് ഞാൻ ദിലീപിന്റെ പടത്തിൽ ലാലേട്ടൻ അഭിനയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അയാളോട് താല്പര്യം പോയി എന്ന് പറയുന്നു. ഇതൊക്കെ ലാലേട്ടനെ ഏണി വെച്ച് പിടിച്ചതാണ് കേട്ടോ. ഈ വർഷം ലാലേട്ടന്റെ നല്ല ഗംഭീരമായിട്ടുള്ള വർഷമായിരുന്നില്ലേ. തുടരും നല്ല ഗംഭീരമായിട്ടുള്ള സിനിമയായിരുന്നു. എമ്പുരാൻ നല്ല ഹിറ്റ് സമ്മാനിച്ചു, ഹൃദയപൂർവ്വം നമ്മുടെ ഹൃദയം കീഴടക്കി. ശേഷം കണ്ണപ്പ, ബപ്പപ്പ, വൃഷഭ ഇതൊക്കെ നമ്മളെ വെറുപ്പിച്ചു. അങ്ങനെ ലാലേട്ടൻ ഈ വർഷം സത്യത്തിൽ വലിയ നമുക്ക് എന്താ പറയാ വല്ലാത്ത രീതിയിൽ ഗുണ്ട് പടങ്ങൾ നൽകിക്കൊണ്ടും ഈ ചില ഇരട്ടത്താപ്പ് നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടും ഒക്കെ ജനങ്ങളുടെ അതൃപ്തിയും അതുപോലെ തന്നെ ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വെറുപ്പും സമ്പാദിച്ചു ഈ അവസാന ഘട്ടം എത്തിയപ്പോൾ എന്ന് പറയാതെ വയ്യ.